എന്നുണ്ടെങ്കിലും സ്ത്രീകൾക്ക് അത് കാണുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും. പക്ഷെ പുരുഷന്മാർക്ക് എന്ന് പറഞ്ഞാൽ ആ 2 മണിക്കൂർ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അങ്ങനെയാണോ പഴയ പോലെ അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ അത് എല്ലാവരും അങ്ങനെയാണെന്നല്ല, ചിലര് അങ്ങനെയാണ്. അപ്പോൾ സ്ത്രീകൾ പണിയെടുക്കേണ്ടത് അടുക്കളയിൽ തന്നെയാണെന്ന് പറയണം. അതേ ആണുങ്ങൾ തന്നെയല്ലേ തൻ്റെ ഭാര്യ ഗർഭിണിയാവുമ്പോൾ ഒരു സ്ത്രീ ഡോക്ടറെ അന്വേഷിച്ചു പോകുന്നത്. അങ്ങനെ ആ ഒരു ഇത് മാറ്റണം എന്ന് അതായത് ഇപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ചിലർക്ക് എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ ഇതുപോലത്തെ സിനിമ ഇനിയും സൃഷ്ടിക്കപ്പെടുമ്പോൾ ആ ചിലർ കുറച്ചുകൂടി വിപുലമായിട്ട് മറ്റു ചിലരാവും. അങ്ങനെ ഇതുപോലത്തെ സിനിമകൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഈ പുരുഷന് സ്ത്രീകൾക്ക് മാറ്റം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. എന്ത് മാറ്റം ഉണ്ടായി ഈ സിനിമ കണ്ടിട്ട് സ്ത്രീകൾക്ക്? ചുമ്മാ ആലോചിച്ച അല്ല, ഞാൻ പറയാം. പുരുഷന് ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റം നമ്മുടെ ആഗ്രഹം മാത്രമാണ്. ഉണ്ടാകുന്നു ഇപ്പോൾ ഉണ്ടാകും തോന്നില്ല. അല്ലെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ട് ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും 1000 പേരിൽ ഒരാളൊക്കെ ചിലപ്പോൾ 1,00,000 പേരിൽ ഒരാളോ 2 പേരൊക്കെ മാറില്ല. അപ്പോൾ മാറ്റം വരണമെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഉണ്ടാകേണ്ട മാറ്റം എന്തായിരുന്നു? എനിക്കിന്ന് അടുക്കള ജോലി ചെയ്യാൻ സൗകര്യമില്ലടാ എന്ന് ഭർത്താവിനോട് പറയുന്നത് ഒരു മാറ്റമാണ്, അല്ലേ? ആ മാറ്റം ഉണ്ടായില്ല. മറ്റേ മാറ്റം ഉണ്ടായില്ല. അയ്യോ നിങ്ങളെല്ലാവരും മാറിക്കുന്നത് ഞാൻ അടുക്കളയിൽ കയറുന്നത് ഇനി മുതലൊന്നും അങ്ങനെ ഉണ്ടായില്ല. കുറേ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ചർച്ചകൾക്കകത്തുനിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫൈനൽ എന്തെങ്കിലും സംഭവിക്കുമായിരിക്കും. ഇന്നല്ലെങ്കിൽ പോലും നാളെ അല്ലെങ്കിൽ പോലും നമ്മളിപ്പം നമ്മൾ കരിക്കുലം മാറ്റണം എന്ന് പറയുന്നു. നമ്മളിവിടെ നിന്ന് പറയുന്നതിന് എന്തെങ്കിലുമൊക്കെ ഒരു അർത്ഥം ഉണ്ടാവണം നമ്മളും ആഗ്രഹിക്കുന്നു. അപ്പം നമ്മൾ അങ്ങനെ ഒരു സിനിമ കൊണ്ടൊന്നും പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവില്ല. അപ്പം നമ്മൾ സിനിമകൾ നമ്മളെ മോശമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ഒരുപാട്. അത് ഒരു സിനിമ വന്നിട്ട് ഒരു ദിവസം ഒരു സമൂഹത്തെ മാറ്റിയിട്ടൊന്നുമല്ല. നമ്മൾ കാലാകാലങ്ങളായിട്ട് ഇത്തരം അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയം പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകൾ കണ്ട് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് സമൂഹത്തിലും വീട്ടിലും ഒക്കെ ഉള്ളതാണ്. ഇതെല്ലാം കണ്ടാണ് നമ്മൾ. അപ്പം നമുക്ക് സിനിമയുടെ ഒരു സ്വാധീനം ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ സിനിമയുടെ ഉണ്ടാക്കിയ ചർച്ചകളിൽ നിന്ന് ചില കാര്യങ്ങൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് എക്സ്പേർട്സൊക്കെ ഇടപെട്ടിട്ട് കുറച്ച് നിർദ്ദേശങ്ങൾ നിയമം മൂലം ഉണ്ടാക്കാൻ, ഇവിടെ സ്ഥാപിക്കാൻ പറ്റുന്ന, സമൂഹത്തിന് പറ്റുന്ന ചില നിയമങ്ങൾ ഉണ്ടാക്കാൻ ഗവൺമെൻറ്റിനോട് നമുക്ക് നിർബന്ധിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഒരു പ്രൊപ്പോസൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു മാറ്റം ചിലപ്പോൾ സംഭവിക്കും. അതിന് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. കേന്ദ്ര കഥാപാത്രം ഒരു കുട്ടിയാണ്. ആ കുട്ടി അവസാന രംഗത്തിൽ ക്ലൈമാക്സിൽ നല്ല ആദ്യം തുടക്കത്തിലൊക്കെ നല്ല ക്രിസ്തു വിശ്വാസിയായ കുട്ടി അവസാനം ക്ലൈമാക്സ് എത്തുമ്പോൾ 3 മതങ്ങളിലെ പ്രധാനപ്പെട്ട ക്ഷേത്രവും പള്ളിയും ഒക്കെ കടന്നിട്ടാണ് മനുഷ്യത്വത്തിലേക്ക് കടന്നു പോകുന്നത്. പക്ഷെ റീസെൻ്റ് ആയിട്ടുള്ള ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ ഇതുപോലെ ക്ലൈമാക്സിൽ നിമിഷ നടക്കുന്നത് കുറേ സമരപന്തൽ, ആചാര സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് സമരപന്തലിരിക്കുന്ന സ്ത്രീകളെ കടന്നിട്ടാണ് അവിടെ പോകുന്നത്. അപ്പോൾ അവിടെ കുട്ടി മതങ്ങളിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ നിമിഷ ചെയ്യുന്നത് മതങ്ങൾ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യണം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അത് തമ്മിലൊരു ചെറിയ പൊരുത്തക്കേടില്ലേ 2 സിനിമയിലും? ഇല്ലല്ലോ. ഒന്നിൽ മതങ്ങൾ മാറണം. അത് നമ്മൾ ഓരോ സിനിമകളും കാണുന്നതിൻ്റെ അങ്ങനെ തോന്നിയെങ്കിലും ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ തോന്നാൻ പാടില്ല എന്നില്ല. കുഞ്ഞുദൈവത്തിൽ അവൻ സൈക്കിൾ ചവിട്ടി അല്ലേ പോകുന്നു. ഈ 3 സ്ഥലത്തുനിന്നും അവൻ പോകുന്നു. നിമിഷ ഇറങ്ങി നടക്കുന്ന വഴികളിൽ അവളെപ്പോലെ തന്നെയുള്ള സ്ത്രീകളെ കടന്നു പോരുത് അല്ലേ. കുട്ടികളെ കുളിപ്പിക്കുന്ന അമ്മമാർ, മുറ്റമടിക്കുന്നവർ, അവിടെ പത്രം വായിച്ചിരിക്കുന്ന പുരുഷന്മാർ കൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. അതും കഴിഞ്ഞ് വരുമ്പോൾ കാണുന്നത് എന്താണ്? ആചാര സംരക്ഷണത്തിന് വേണ്ടി ഇതേ സ്ത്രീകൾ തന്നെ ഇരുന്ന് സപ്പോർട്ട് ചെയ്യുന്ന അവിടവും കടന്നു പോരുമല്ലേ അവള്. അത് തന്നെ, അത് മതം ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോഴുള്ള
സ്ത്രീകൾക്ക് കൂടി വേണമെന്ന് പറഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമല്ലോ, നല്ലതല്ലേ? ഇനി ഇല്ല എന്ന് തോന്നിയെങ്കിലോ അതും അതിനേക്കാളും നല്ലതാണ്. അത് മോളുടെ സൗകര്യം എങ്ങനെ വായിക്കുക എന്നുള്ളത്. അല്ലാതെ നമ്മളൊരിക്കലും ഞാൻ അപ്ഡേറ്റ് ചെയ്യണം എന്നല്ല ഉദ്ദേശിച്ചത്. അവിടെ കടന്നു പോരുക, അവിടെ കടന്നു പോന്നാൽ മാത്രമേ അവൾ ആഗ്രഹിക്കുന്ന ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു പെണ്ണിന് വേണ്ട സ്വാതന്ത്ര്യം ഉണ്ടാവും എന്നുള്ള ഉദ്ദേശിച്ചത്. മോള് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. കുഴപ്പമില്ല, ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടത് എനിക്ക് ഡയറക്റ്റായിട്ട് പറയാനേ പറ്റുള്ളൂ. കാരണം ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. മോളങ്ങനെ കരുതാതിരിക്കുകയായിരുന്നു എനിക്ക് സന്തോഷം. അങ്ങനെയല്ല. താങ്ക് യു സർ. ഓക്കെ. സർ നമസ്കാരം, എൻ്റെ പേര് മോഹനൻ പി. ഞാനിവിടുത്തെ ഒരു അധ്യാപകനാണ്. സർ, നമ്മുടെ ഈ സ്ത്രീ വിഷയം സംസാരിക്കുമ്പോഴേ അവരെ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നില്ലെന്നൊരു സംശയം. പിന്നെ സീറ്റുകൾ, ബസ്സിൽ സീറ്റ്, നമ്മൾ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇടകലർന്നിരിക്കുന്ന ഒരു ശീലം നമ്മളിൽ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ശരിക്കും അതിൻ്റെ അടിത്തറ എന്താണെന്നുള്ളതാണ് ബേസിക്കായിട്ട്. ബസ്സിൽ സീറ്റ്, നമ്മൾ തിയേറ്ററിൽ പോയാലും സ്ത്രീകൾ ഒരുമിച്ച് ഒരു ഭാഗത്ത് പോയിരിക്കുന്നു, പുരുഷന്മാർ ഒരു ഭാഗത്ത് പോയിരിക്കുന്നു. ഇതൊരു ശീലമാണോ എന്നുള്ള പ്രശ്നം. പിന്നെ നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രശ്നം, ഭർത്താവിൻ്റെ മുമ്പിൽ ഒരു ഓഫീസ് ക്ലാസ്സിന് കൈ കൊടുക്കുന്ന ഒരു ശീലം ഓപ്പോസിറ്റ് ജെൻഡർ, ഇതൊരു വിഷയം പോലെ പലപ്പോഴും കാണാറുണ്ട്. നമ്മൾ സംസാരിക്കും, ഞങ്ങൾ വായിക്കണം, പക്ഷെ ഭർത്താവിൻ്റെ മുമ്പിൽ വേറൊരു പുരുഷനായ ഒരു ഓഫീസ് മേറ്റിനോ ഒന്ന് കൈ കൊടുക്കുക അങ്ങനൊരു ശീലം, ഒരു മടി മനസ്സിലുള്ളത് പോലെ പലപ്പോഴും കാണപ്പെടുന്നു. അപ്പോൾ അതിന് എന്താണ് നമുക്കൊരു പ്രതിവിധി? താങ്ക് യു സർ. നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യങ്ങൾ എങ്ങനെയല്ല ആക്കിയിരിക്കുന്നത്. ഇപ്പം ബസ്സിലെ സീറ്റ് കൊടുക്കുന്നത് നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല, സീറ്റ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പം നമ്മുടെ തിരഞ്ഞെടുപ്പുകളിൽ സ്ത്രീ പ്രാതിനിധ്യം കൊണ്ടുവരേണ്ട വന്നത് നമ്മുടെ ഗതികേട് കൊണ്ടാണ്. സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കുന്നത് നമ്മുടെ ഗതികേടാണ്. ഇല്ല, അവർക്കൊന്നും കിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം കല്യാണത്തിന് വന്ന ഒരുമിച്ചിരുന്നാൽ ഒരു പ്രശ്നമില്ല. ഇപ്പം നമ്മുടെ അധ്യാപകർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോഴും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ക്ലാസ്സിൽ വികൃതി കാണിക്കുന്ന എന്നെ ഇരുത്തിയിട്ടുണ്ടോ ഒരു കുട്ടീനെ, ഇനി വികൃതി കാണിച്ചാൽ പെൺപിള്ളേരുടെ ഇടയിൽ കൊണ്ട് ഇരുത്തുമെന്നാണ് പറയുന്നത്. എന്നെ അങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു. അയ്യോ, ഞാൻ പെണ്ണുങ്ങളുടെ ഇടയിലായിരിക്കണം 5-നും 6-നും പഠിക്കുമ്പോൾ. ഇത് ഭയങ്കര ബേസ് ലെവലിൽ നിന്ന് ഇത് മാറി തുടങ്ങണം. നമ്മൾ ഇപ്പം പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മാറും. പല കാര്യങ്ങളും മാറുമ്പോൾ അത് മാറേണ്ട കാര്യങ്ങൾ മാറുന്നില്ല. അതാണ് പ്രശ്നം. സർ നമസ്കാരം, ഞാൻ കൊമേഴ്സ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ആക്ച്വലി എനിക്ക് സാറോട് ചോദിക്കാനുള്ളത്, ഇവിടെ സാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മാറ്റം, അല്ലെങ്കിൽ സാർ ഈ സ്കില്ലിലൂടെ സാർ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു മാറ്റം തീർച്ചയായും നന്മയിലേക്കുള്ള വഴി തന്നെയാണെന്ന് ഞാൻ പറയും.
ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഈ ഇവിടെ ഇരിക്കുന്ന പെൺപിള്ളേരെല്ലാം എന്താ ഇപ്പോൾ ടീച്ചർ പറഞ്ഞു ഇവരൊക്കെ മാറ്റപ്പെട്ട ഇതാണെന്ന് അല്ലേ? ഇതിൻ്റെ അകത്തിരിക്കുന്ന എത്രയോ പേര് അവർക്ക് താല്പര്യമില്ലാതെ കല്യാണം കഴിക്കേണ്ടവരും, ഒരുപാട് പേർക്ക് കല്യാണം കഴിക്കേണ്ടവരും, അവർക്ക് താല്പര്യമില്ലാത്ത ആളെ കല്യാണം കഴിക്കേണ്ടവരും, അവർക്ക് താല്പര്യം ഇല്ലാത്ത സമയത്ത് കല്യാണം കഴിക്കേണ്ടവരും അല്ലേ? അവിടെയൊക്കെ നിങ്ങൾ ഓവർകം ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഇപ്പം ഇവിടെ ഇരിക്കുന്നവരിൽ നിങ്ങൾ വീട്ടുകാരുടെ